Assalamualaikum, welcome back to my channel. അപ്പോൾ ടുഡേയ്സ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ഡ്രസ് ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹോൾ വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് 2 കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഐ തോട്ട് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു 3 പാൻസും 3 ടോപ്സും ആണുള്ളത്. അപ്പോൾ അത് നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ബോട്ടംസിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 3 ജീൻസാണ്, 3 കളേഴ്സിലുള്ള ജീൻസ്. ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ്. അപ്പോൾ അത് 3 ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജീൻസ് വരുന്നത്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഈ ഒരു ജീൻസാണ്. അപ്പോൾ ഇതും അണ്ടർ 500 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീൻസ് വരുന്നത്. ഇത് വന്നിട്ട് മോം ഫിറ്റ് ആണ് കേട്ടോ. മോം ഫിറ്റിൽ വരുന്ന ജീൻസാണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരേ വിഡ്ത്തിൽ വരുന്ന രീതിയിലുള്ളത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിതെല്ലാം യൂസ് ചെയ്തിട്ട് കൂടി ഉണ്ട് കേട്ടോ. അതായത് ഞാനിത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് ഞാനിതൊക്കെ വാഷ് ചെയ്തിട്ടും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെനിംസിൽ തന്നെ ഭയങ്കര വെയിറ്റ് ഉള്ള ടൈപ്പ്, അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നിട്ടൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡെനിമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ആൻഡ് ഇതിൽ എനിക്ക് ആകെ ഒരു ഇഷ്ടപ്പെടാത്തൊരു സംഭവം, ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാനതിന് നോക്കിയിട്ടില്ല, ഇൻഷാല്ലാ റിമൂവ് ചെയ്യണം. ഈ ഒരു സ്റ്റിച്ച് മാത്രമാണ് എനിക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടാത്തത്. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് വാഷ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ജീൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ജീൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫൈൻഡ് വരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത്. ഈ ഒരു വൈറ്റ് പാൻസാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ മറ്റേ പാൻസൊക്കെ പോലെ തന്നെയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇതൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. ഇതും മോം ഫിറ്റിൽ വരുന്നത് തന്നെയാണ്. 2 മോം ഫിറ്റും ഒരു സ്ട്രെയിറ്റ് ഫിറ്റുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും മോം ഫിറ്റിൽ വരുന്ന പാൻസ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ആൻഡ് കളർ എല്ലാം അടിപൊളി, നല്ല മെറ്റീരിയലും. അതാണ് പിന്നെ ഒന്നാമത് അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണെന്ന്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇടാനും കംഫർട്ടബിൾ. അതേപോലെ ഞാൻ സമ്മർ ടൈമിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ജീൻസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതാണല്ലോ. ഫസ്റ്റ് തിങ് അഫോർഡബിൾ, സെക്കൻഡ് തിങ് കംഫർട്ടബിൾ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു ഇത് വരെ. ഇതും നമ്മുടെ സൈസിന്, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സൈസ് എന്താണോ നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ സൈസ് ചാർട്ടൊക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് പാൻസ് ആണ് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച 2 മോം ഫിറ്റ് ആയിരുന്നു. ഇത് സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്നതാണ്. ഒരു ബ്ലാക്ക് ഡെനിമാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഈ ഒരു പാൻസ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല അടിപൊളി സിബായാലും എല്ലാ കാര്യങ്ങളും, പിന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയൽ. ഞാൻ ഓൾസോ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ഒരു വെയിറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ എന്നാലും ഞാനിത് വാഷ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഫോട്ടോസ് ആയാലും വീഡിയോസൊക്കെ ആയാലും കാര്യങ്ങൾ ഞാൻ അതായത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു പാൻസ് വരുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് എക്സ്ട്രാ വേർത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്നത്. അതായത് ഇത് രണ്ടും ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പാൻസ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ പാൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് 3 ടോപ്പാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഞാനിത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഓർ വീഡിയോ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ വരുന്നൊരു ടോപ്പാണ്. ക്രോപ്പ് ടോപ്പ് അല്ല,
പക്ഷെ ഓവർ ലെങ്ത് ഇല്ല, ഒരു അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. ഈ ഒരു ടോപ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ടോപ്പായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ സ്ലീവ് നമുക്ക് ഒരു മുക്കാലിൽ കൂടുതൽ സ്ലീവ് വരുന്നുണ്ട്, ഒരു ഫുൾ സ്ലീവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ അലാസ്റ്റിക് പോർഷൻ വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ എവിടെയാണോ ഇട്ടത് അവിടെ അങ്ങനെ കിടന്നോളും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു 3 ബട്ടൺസ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ഹാഫ് പോർഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു ഫ്രിൽസ് പോലെ ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പായിട്ട് ആ രീതിയിലാണ് ടോപ്പ് വരുന്നത്. അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് എടുക്കാം. എനിക്ക് കുറച്ചൊരു ലൂസിൽ കിടക്കുന്ന, എൻ്റെ നോർമൽ സൈസ് മീഡിയം ആണ്, പക്ഷെ ഞാനിത് കുറച്ചൊരു ലൂസിൽ കിടക്കുന്ന ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഈ ഒരു ടോപ്പാണ്. ഈ ഒരു നല്ല ഒരു ഓറഞ്ച്, ഒരു പീച്ച് അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ്, ഓറഞ്ച് ആൻഡ് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഓറഞ്ച്. എനിക്ക് തോന്നുന്നൊരു ബ്രിക്ക് ഓറഞ്ച് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡല്ല, പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഷെയ്ഡ് തന്നെയാണ്. നല്ല അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ഒരു ടോപ്പാണ്, ഭയങ്കര ക്രോപ്പല്ല, എന്നാൽ അത്യാവശ്യം ലെങ്ത്തും വരുന്ന ടൈപ്പ്. നമുക്കിങ്ങനെ ലൂസായിട്ടുള്ള ജീൻസൊക്കെ അതേപോലെ സ്കേർട്ടൊക്കെ ഞാൻ പെയർ ചെയ്തിട്ട്, അതായത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. ഇതിൻ്റെയും സ്ലീവ്സ് കണ്ടോ നിങ്ങൾ, ഇത് ഒരു 3/4 സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെയും സ്ലീവിൽ ഇതേ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഇത് വരുന്നത്. പിന്നെ ബാക്കിലായിട്ട് ഇതേ ഇങ്ങനെ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇത് വരുന്നുണ്ട്. നമുക്കിങ്ങനെ ബാക്കിൽ ടൈ ചെയ്ത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ നെക്ക് വരുന്നത് ഒരു വി നെക്കാണ്, കുറച്ചൊരു ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടിയിൽ എന്തെങ്കിലും ബ്ലാക്ക് ഇന്നറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും ഇങ്ങനെ ഒരു ഹാഫ് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഫ്രിൽസ് പോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഫ്രിൽസ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടൊക്കെ ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ. കളറ് ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഒരു നെക്സ്റ്റ് ടോപ്പ് വരുന്നത്, ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇത് വന്നിട്ട് ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. ഇതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്, ഷോർട്ട് കുർത്തിയാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷോർട്ടായിട്ടുള്ളൊരു കുർത്തിയാണ്, അടിയിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഇപ്പോഴത്തെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക എത്നിക് വെയറായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു പീച്ച് കളറിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളി വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിൽ. നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്കിൽ ചെറിയൊരു വി കട്ട് വരുന്ന ടൈപ്പാണ്. ബാക്കിലും അതേപോലെ തന്നെ റൗണ്ട് നെക്കാണ്. പിന്നെ ഇത്രയും ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, നമ്മുടെ ഇങ്ങനെ ലൂസായിട്ടുള്ള ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. സ്ലീവ് വരുന്നത് ഒരു 3/4 സ്ലീവാണ് വരുന്നത്. പിന്നെ കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്. ഞാനിത് വെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ സൈഡിൽ കൊടുക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഷോർട്ട് കുർത്തീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ, നല്ല നമ്മളെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ പെയർ ചെയ്തിട്ട് നല്ല അടിപൊളി ഷോർട്ട് കുർത്തീസൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഷോർട്ട് കുർത്തീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു കാഷ്വൽ വെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പോൾ കോളേജ് വെയർ ആയിക്കോട്ടെ, ഓഫീസ് വെയർ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാൻറ്റ്സ് ആൻഡ് ടോപ്സാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് ഞാൻ ലാസ്റ്റൊക്കെ കാണിച്ച ഷോർട്ട് കുർത്തി എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഷോർട്ട് കുർത്തീസൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്.
ഓഫീസിൽ പോകുന്നവരായിക്കോട്ടെ, കോളേജിൽ പോകുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെ ടൈപ്സ് വീഡിയോസ് ആണ് വേണ്ടത്, കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് നമ്മളായിട്ട് പറയാം കേട്ടോ. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.